എന്താണ് കൊല്ലംകാരി, എന്താണ് നിങ്ങളൊക്കെ ഒരു കഥ? ആ പാവപ്പെട്ട നിങ്ങളൊക്കെ വല്യച്ഛനാവാനുള്ള ഒരു പ്രായം ഉണ്ടായില്ല അയാൾക്ക്. ഇതൊക്കെ ഏത് കറകളാണ് ഇയാൾ അടിക്കണത്? വെറും വാഴക്കറകള്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിച്ചു കൊല്ലണേ? അല്ല, ഇവനൊന്നും 5 പൈസ കാണിക്കുന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ എന്ത് അയാൾ കാണിക്കാൻ ചെയ്യുന്ന പൈസ എടുത്തത് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്ര ആൾക്കാർ സ്വർണം കണ്ടിട്ട് കട്ടേനെ സപ്പോർട്ട് ചെയ്യില്ല. ആ പാവപ്പെട്ട വയസ്സായ ആള് ഇപ്പൊ ഒരു നേരത്തെ തിരിച്ചടിക്കൂലല്ലോ. തിരിച്ചടിക്കൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊക്കെ ആരെ ഭാരവാഹികളാക്കി? എന്തിന്റെ കറകളൊക്കെ പിടിച്ചിട്ട് ആരാണ് ക്ഷേത്രത്തിൽ പിടിച്ചിരുത്തണത്? ഈ നിങ്ങൾ അടിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞ ഇവന്റെയൊക്കെ തന്തേരവയാണ്. ഇങ്ങനെയുള്ള സംഭവം ഒരാളൊരു മോഷ്ടിക്കുമ്പോ എന്താണ് സംഗതി എന്ന് ചോദിക്കുക. ഭക്ഷണത്തിന്റെ കുറവോ അല്ലെങ്കിൽ പൈസ അല്ലല്ലേ ഹോസ്പിറ്റലിൽ മരുന്നിനുമായിട്ട് എന്തിനാണ് നിങ്ങൾ ഈ മോഷ്ടിച്ചതെന്ന് ആരും ചോദിക്കുക. എന്നിട്ട് അതിന് വേണ്ട അയാൾക്ക് എന്താണോ അയാൾക്ക് കുറവുള്ളത് അത് നികത്തി കൊടുക്കും. നമുക്ക് മെസ്സേജ് നമ്മൾ കൊടുക്കാം. നിങ്ങൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇങ്ങനെയുള്ള എന്താണ് അയാളുടെ ഈ മൈലുകൾക്ക് ഈ കഴിവില്ലാത്ത ആൾക്കാർ അടിക്കാനേ ഇതായിട്ടുള്ളൂ. ഒക്കെ കൊല്ലം നിങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ഇവരെയൊക്കെ അടിച്ച് നിങ്ങൾക്ക് എന്താണ് കിട്ടണത്? ആ കട്ട പൈസ തിരിച്ചു കിട്ടുമോ? എന്തോ ഒരു അവസ്ഥ. ഇവർമാർക്കൊന്നും ഈ പോലീസുകാർ ഒന്നും ചെയ്യാനില്ല. ആ നാട്ടിലൊന്നും പോലീസുകാരില്ലേ? നിങ്ങൾ ആ നാട്ടിൽ നാട്ടിൽ വേറെ കണ്ടുക്കാന്ന് ഇത് പിടിച്ചെക്കാനും ഇതൊന്നും ആരുമില്ലേ? അയാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ പാവം. ഒരു കൊച്ചു പയ്യനെ അടിച്ചു കൊല്ലുക, ഇതിന് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? നിങ്ങൾക്ക് അച്ഛന്റെ പ്രായമല്ലേ ഉള്ളൂ, എന്താ സംഗതി? അച്ഛന്റെ പ്രായമല്ലേ ഇവന്റെയൊക്കെ? എന്തൊരു കഷ്ടം. ഇതിനൊക്കെ വലിയ കഷ്ടമാണ്. ഇതൊക്കെ വെറും വാഴക്കറകളാണ്. ഇതൊക്കെ സർവത്രവാളികള്. ഈ പാവപ്പെട്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതെന്തോ എടുത്തുണ്ടാവുള്ളൂ. അതിന് ഇങ്ങനൊന്നും തല്ലേണ്ട ആവശ്യമില്ല. തന്നെ ഈ ഭണ്ഡാരപ്പെട്ടിയിൽ വലുതായിട്ടൊന്നും കാണൂല. ഇപ്പൊ ഭണ്ഡാരപ്പെട്ടി പോട്ടെ, ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇപ്പൊ എന്തായി? ഇതിനൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ പിടിക്കാൻ പറ്റി ജയിലിലിടൂലോ? അയ്യപ്പന്റെ സ്വർണം ഒന്നായിട്ട് അടിച്ചു മാറ്റി പോയി. ഇനി ഇവിടെ ഉണ്ടെന്ന് അതും അറിയില്ല. അപ്പൊ അതിനെ പറ്റി ഒന്നും അത് പകുതിയാണോ മൊത്തത്തിൽ സ്വർണം പൂശി എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് അതിലൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ചോദിക്കാനും പിടിക്കാനും ഇങ്ങനെ ഈ പാവപ്പെട്ട അതൊക്കെ ചോദിക്കാൻ അതൊക്കെ പങ്കുപറ്റില്ല. തിരിച്ചടിക്കില്ല എന്നുള്ള നിങ്ങൾ ഒരു ബോധം ഉണ്ടാകുമ്പോ ഈ മാതിരി വയസ്സായ ടീമിനെ നിങ്ങൾ ദയവ് ചെയ്ത് ഇവരെടുത്തു നിങ്ങളെ അത് ഒരടി അടിച്ചിട്ട് നിർത്തണമാര് 2 അമ്മ വളഞ്ഞിട്ട് അടിക്കുന്നത്. അയാൾക്ക് പ്രായമായതല്ലേ, അയാൾക്ക് ചത്തു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്ക് പോയി? അയാൾ വീട്ടുകാർക്ക് പോയല്ലോ. ആലോചിക്കുക. അയാൾ മക്കളോ അല്ലെങ്കിലും പിന്നെ അയാളെ വേറെ കുടുംബക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണോ? ഇത് മനുഷ്യന്മാരല്ല, ഇത് വെറും ആയോളികളാണ്. കൊല്ലങ്ങളൊന്നും ഈ ജന്മം നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. 4 ദിവസം മുമ്പല്ലേ ചൈമാരങ്ങൾ 4 വീഡിയോ എടുക്കുക. ഇത് പുതിയ ട്രെൻഡിങ് ആണ്. ഇതിനെ അടിക്കുക, വീഡിയോ എടുക്കുക. 4 ദിവസം മുമ്പല്ലേ അടിച്ചു വന്നത്. എന്ത് കഥകൾ, തമാശയില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്, ഓരക്കന്റെ മൂടാണ് ഇതൊക്കെ. കേരളമൊക്കെ സാത്താന്മാരെ നാടായി കഴിഞ്ഞു. ഒരു നിനക്കൊക്കെ മൈല എണ്ണ ഇട്ടാലാവൂടാ മൈലകളെ. നീയൊക്കെ അപ്പോഴേ നീയൊക്കെ പഠിക്കും. മുമ്പ് പ്രളയം വന്നിട്ടും പഠിച്ചില്ല, ഇവിടെ കൊറോണ വന്നിട്ടും പഠിച്ചില്ല. ഇനിയിപ്പോ ഈ യുദ്ധം നടന്നിട്ട് ഗ്യാസ് ഇല്ല, അതില്ല, ചോറില്ല, കണ്ടവന്റെ വീട്ടിൽ നിന്നൊക്കെ വാരി തിന്നാൻ വേണ്ടി ഗതികെട്ട് നടക്കൂടാ. അപ്പോഴും നീ ഒന്നും പഠിക്കൂല. എന്തൊരു കഷ്ടം. നിങ്ങളൊന്നും ഒന്ന് വന്നാലും പഠിക്കാൻ പോലില്ല. നമ്മളെ ജീവിതം അങ്ങനെ ഒന്നും തന്നെ. അത് മനുഷ്യൻ അങ്ങനെയാണ്ടാ. ഇന്നിപ്പോ ചൂട് വരുമ്പോൾ പറയും നാളെ മഴ വന്നപ്പോ മാറുമെന്ന്. മഴ വന്നാ പറയും ചൂട് മതിയെന്ന്. അങ്ങനത്തെ സമൂഹമാണ് ഇതൊക്കെ. ഇതൊന്നും മാറൂല. ഇതൊക്കെ പഠിച്ചതേ പാടൂ. അപ്പൊ ഓക്കെ, ശരി. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്.